ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായി കന്യാസ്ത്രീകൾക്ക് ജാമ്യം ലഭിച്ചതിന് പിന്നാലെ കേന്ദ്ര സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ച് കത്തോലിക്ക സഭയുടെ നിയന്ത്രണത്തിലുള്ള പത്രമായ ദീപികയിൽ മുഖപ്രസംഗം. പാകിസ്ഥാനിലെ ന്യൂനപക്ഷങ്ങൾ അനുഭവിക്കുന്ന അതേ ദുരവസ്ഥയാണ് ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾ ഹൈന്ദവ സംഘടനകളിൽ നിന്ന് നേരിടുന്നത് എന്ന് ദീപിക വിമർശിക്കുന്നു. കന്യാസ്ത്രീകൾക്ക് ജാമ്യം ലഭിച്ചുവെങ്കിലും കേസ് ഒഴിവാക്കുന്നതിനായി നിയമ പോരാട്ടം തുടരാനാണ് കത്തോലിക്ക സഭയുടെ തീരുമാനം. ബജരംഗ് ദൾ നേതാവ് ജ്യോതി ശർമ്മ ഉൾപ്പെടെയുള്ളവർക്കെതിരെ കന്യാസ്ത്രീകൾക്ക് ഒപ്പമുണ്ടായിരുന്ന പെൺകുട്ടികൾ ഇന്ന് ഓൺലൈനായി പരാതി നൽകും. ജാമ്യം ലഭിച്ചതിന്റെ ക്രെഡിറ്റിനെ ചൊല്ലി രാഷ്ട്രീയ വിവാദം തുടരുകയാണ്. ടി സജിത്താണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. സജിത്ത്, ആദ്യം ഈ ദീപികയുടെ വിമർശനത്തിലേക്ക് വരുമ്പോൾ പാകിസ്ഥാനിലെ ന്യൂനപക്ഷങ്ങൾ നേരിടുന്നത് പോലെയുള്ള പ്രതിസന്ധിയാണ് നമ്മുടെ രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾ നേരിടുന്നത് എന്ന് പറയുമ്പോൾ അത് അങ്ങേയറ്റം വലിയ വിമർശനമാണ് നേരിടുന്നത്. കാരണം പാകിസ്ഥാനിലെ ന്യൂനപക്ഷങ്ങൾ എന്നത് അവർക്ക് തലയുയർത്തി നടക്കാനോ അല്ലെങ്കിൽ അവർക്ക് അവരുടെ ജാതിയോ മതമോ ഒന്നും പുറത്തു പറയാൻ പോലും സാധിക്കാത്ത ഒന്നാണ്. മാത്രവുമല്ല, അത്രമേൽ ചെറിയ ഒരു ശതമാനം മാത്രമാണ് അവിടെ തുടരുന്നത്. ഓരോ കാലഘട്ടത്തിലും ആ ശതമാനം അത്രമേൽ കുറഞ്ഞു വരികയും ചെയ്യുന്ന പശ്ചാത്തലവുമുണ്ടല്ലോ. അതെ, അതാണ് പ്രധാനപ്പെട്ട കാര്യം. അഭിലാഷ്, ഈ വിഷയത്തിൽ കന്യാസ്ത്രീകൾക്ക് ജാമ്യം കിട്ടിയെങ്കിൽ കൂടിയും BJP സർക്കാർ കേന്ദ്ര സർക്കാരിൻ്റെ നിലപാടുകളെ ചോദ്യം ചെയ്തുകൊണ്ടാണ് കത്തോലിക്ക സഭയുടെ തുടർ നീക്കം എന്നതാണ് പ്രസക്തമായ കാര്യം. അതായത് ജാമ്യം എന്നത് താൽക്കാലിക ആശ്വാസം എന്ന തിരിച്ചറിവിലാണ് ഈ തരത്തിൽ കത്തോലിക്ക സഭ പൊതു നിലപാട് ക്രൈസ്തവ സഭ ഇക്കാര്യത്തിൽ സ്വീകരിക്കുന്നത്. ദീപിക മുഖപ്രസംഗത്തിൻ്റെ ലേഖനം അത് വിമർശിക്കുന്ന കടുത്ത പരാമർശങ്ങൾ ഒരു വശത്ത്, അതിനപ്പുറം ഇടയലേഖനങ്ങളായി കത്തോലിക്ക സഭയുടെ വിവിധ രൂപതകൾ ഇടയലേഖനങ്ങളായി പുറത്തിറക്കുന്നു. ഇന്നലെ പുറത്തിറക്കിയ ചില പ്രസ്താവനകളിലും അതേ നിലപാടാണ്. ഒപ്പം പരസ്യമായി അവർ സ്വീകരിക്കുന്ന നിലപാടുകളും ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് ഒരു താൽക്കാലിക ആശ്വാസം മാത്രമാണ്. കാത്തിരിക്കുന്നത് വലിയ വെല്ലുവിളിയാണ്. അതായത് ഈ നിയമ നടപടികൾ സങ്കീർണമാണ്, പ്രത്യേകിച്ച് ചുമത്തപ്പെട്ട വകുപ്പുകൾ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ ജാഗ്രതയോടെ കൈകാര്യം ചെയ്യണമെന്നതാണ് അവർ മുന്നോട്ട് വയ്ക്കുന്ന വാദം. ഇതിനിടയിലാണ് കേന്ദ്ര സർക്കാരിനെതിരായ രൂക്ഷമായ വിമർശനം. ഒരുപക്ഷെ ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് ഇത്ര രൂക്ഷ പരാമർശങ്ങൾ കേന്ദ്ര സർക്കാരിനെതിരെയും BJPക്കെതിരെയും ഉപയോഗിക്കാൻ ക്രൈസ്തവ സഭകൾ, പ്രത്യേകിച്ച് സീറോ മലബാർ സഭ തയ്യാറാവുന്നത് എന്ന പ്രത്യേകതയുണ്ട്. കാരണം ഇതിനകം പ്രത്യേകിച്ച് തൃശ്ശൂർ അടക്കമുള്ള ഇടങ്ങളിലൊക്കെ നമുക്കറിയാം ഈ കത്തോലിക്ക സഭയും BJP നേതൃത്വവും തമ്മിലുണ്ടായിരുന്ന, അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട് അവർക്കുണ്ടായിരുന്ന ഒരു അടുപ്പം. കേന്ദ്ര സർക്കാരിനെ രൂക്ഷമായ പരാമർശങ്ങളൊന്നും നടത്താൻ അവർ തയ്യാറായിരുന്നില്ല. ഒറീസയിൽ മുമ്പ് ഗ്രഹാം ഷ്രെയിൽസും മറ്റും ചുറ്റു കൊല്ലപ്പെട്ട സാഹചര്യമൊക്കെ നിലവിലുള്ളപ്പോഴും അതൊക്കെ മറന്നുകൊണ്ട്, അതൊന്നും ഓർമ്മപ്പെടുത്താത്ത തരത്തിലുള്ള നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ടാണ് ഇതുവരെ അവർ മുന്നോട്ട് പോയത്. പക്ഷേ ഇപ്പോൾ ആ കാര്യങ്ങളെല്ലാം ഓർമ്മപ്പെടുന്ന തരത്തിലേക്ക് പരാമർശങ്ങൾ മാറുന്നു, ശക്തമായ നിലപാടെടുക്കുന്നു. പ്രത്യേകിച്ച് പാകിസ്ഥാനിലെ ന്യൂനപക്ഷങ്ങൾ അവിടെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളുമാണ്. സമാനമായ അവസ്ഥ ഇന്ത്യയിലും തങ്ങൾക്ക് നേരിടേണ്ടി വരുന്നു, രാജ്യത്തിനകത്ത് നേരിടേണ്ടി വരുന്നു എന്നതാണ് അവർ ചൂണ്ടിക്കാണിക്കുന്ന കാര്യം. പെഹൽഗാം മതത്തിൻ്റെ പേരിൽ മതത്തെ ചോദ്യം ചെയ്തുകൊണ്ട് തീവ്രവാദികൾ നടത്തിയ ഒരു ആക്രമണമായിരുന്നു. അതിന് രാജ്യം മറുപടി നൽകി, അതിർത്തി കടന്ന് മറുപടി നൽകി. പക്ഷേ അതിർത്തിക്കകത്ത് ഇപ്പോഴും മറ്റൊരു തരത്തിലുള്ള തീവ്രവാദികളുണ്ട്. അത് സംഘപരിവാർ ആണ് എന്നതാണ് ദീപിക ദിനപത്രത്തിലുള്ള ലേഖനം. ഇത് ക്രൈസ്തവ സഭയുടെ ഒരു പൊതു നിലപാടാണ്. ആ നിലപാട് അവർ ആവർത്തിക്കുന്നു എന്നതാണ് സാഹചര്യം. അതായത് ഒരു ഇടവേളയ്ക്ക് ശേഷം ഒറീസയിലെ ഗ്രഹാൻസിൽ സംഭവം അടക്കം ഓർമ്മിപ്പിച്ചുകൊണ്ട് കടുത്ത നിലപാടെടുക്കാനാണ് ഇക്കാര്യത്തിൽ ശ്രമിക്കുന്നത്. ഇന്നലെ നമ്മൾ കണ്ടതാണ് കന്യാസ്ത്രീകൾക്ക് ജാമ്യം കിട്ടിയതിന് ശേഷം അതിൻ്റെ അവകാശവാദവുമായി ഉണ്ടായ തർക്കങ്ങൾ. രാഷ്ട്രീയപരമായി ഇടതു വലതു നേതൃത്വങ്ങൾക്കൊപ്പം BJPയും അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വരികയും ചെയ്തു. എന്നാൽ ജാമ്യം കിട്ടിയതിന് പിന്നിൽ പ്രവർത്തിച്ചതാരാണെന്ന് തങ്ങൾക്ക് തിരിച്ചറിയാം. അകത്തിറക്കിയവരും പുറത്തിറക്കിയവരും കൃത്യമായ ധാരണയുണ്ടെന്ന നിലപാടാണ്. ശരി, ഇപ്പോൾ റോജി എം ജോൺ MLA ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ റോജി എം ജോൺ, ഇതിപ്പോൾ കന്യാസ്ത്രീകൾക്ക് ജാമ്യം ലഭിച്ചതിന് ശേഷം ആ ജാമ്യം ലഭിച്ച ഘട്ടത്തിലടക്കം സെല്ലിന് പുറത്ത് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ അടക്കം കാത്തു നിൽക്കുകയും പിന്നീട് ആ വാഹനത്തിലാണ് കന്യാസ്ത്രീകൾ കോൺവെന്റിലേക്ക് പുറപ്പെടുകയും ഒക്കെ ചെയ്തത്. വലിയ അവകാശവാദങ്ങളാണ് ഇപ്പോഴും BJP ഉന്നയിക്കുന്നത്. ഇവരുടെ മോചനത്തിന് വേണ്ടി ആത്മാർത്ഥമായി ശ്രമിച്ചത് തങ്ങളാണ് എന്ന്. പക്ഷേ സഭകൾ വലിയ വിയോജിപ്പ് പ്രകടിപ്പിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ദീപികയുടെ മുഖപ്രസംഗത്തിൽ പാകിസ്ഥാനിലെ ന്യൂനപക്ഷങ്ങൾ എങ്ങനെയാണോ ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളും നേരിടുന്നത്, അതിന് സമാനമായ തരത്തിലാണ് രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾ വേട്ടയാടപ്പെടുന്നത് എന്നാണ് വിമർശിക്കുന്നത്. അല്ല, ദീപികയുടെ മുഖപ്രസംഗത്തില് വന്നിരിക്കുന്ന കാര്യങ്ങള് യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടുള്ളത് തന്നെയാണ്. കാരണം ഇവിടെ നമുക്കെല്ലാവർക്കും അറിയാം, ഛത്തീസ്ഗഡിൽ ഭരിക്കുന്നത് BJP ആണ്. ആ സർക്കാരിന്റെ പോലീസാണ് ഈ കന്യാസ്ത്രീകൾക്കെതിരെ ഈ കേസ് കെട്ടിച്ചമച്ച് അവരെ 9 ദിവസത്തോളം ജയിലിലടച്ചത്. നിരപരാധികളായിട്ടുള്ള 2 കന്യാസ്ത്രീകള് 9 ദിവസം അന്യായമായി തടങ്കിൽ പാർപ്പിച്ചിരിക്കുകയായിരുന്നു.
ഈ കേസിന് ആസ്പദമായിട്ടുള്ള ഇവരെ പരസ്യ വിചാരണ, ആൾക്കൂട്ട വിചാരണ പോലീസ് സ്റ്റേഷനില് പോലീസ് നോക്കി നിൽക്കെ നടത്തിയത് ബജ്രംഗ് പ്രവർത്തകരാണ്. ആ ബജ്രംഗ് പ്രവർത്തകർ തന്നെയാണ് ഈ അവരുടെ കൂടെ ഉണ്ടായിരുന്ന ഛത്തീസ്ഗഡിൽ നിന്നുള്ള യുവാവിനെ ക്രൂരമായി മർദ്ദിക്കുകയും ഈ പെൺകുട്ടികളെ ഉൾപ്പെടെ ചോദ്യം ചെയ്യുകയും ഈ കന്യാസ്ത്രീകളെ ഹരാസ് ചെയ്യുകയും ഭീഷണിപ്പെടുത്തുകയും ഒക്കെ ചെയ്തത്. ഇതേ ആളുകൾ തന്നെയാണ് ബജ്രംഗിന്റെയും BJPയുടെയും പ്രവർത്തകരാണ് ഈ സെഷൻസ് കോടതിയിൽ ഇവരുടെ ജാമ്യാപേക്ഷ വന്നപ്പോൾ അവിടെ വലിയ മുദ്രാവാക്യങ്ങൾ വിളി നടത്തുകയും വലിയ പ്രതിഷേധങ്ങൾ കോടതിക്ക് മുമ്പിൽ സംഘടിപ്പിച്ചുകൊണ്ട് കോടതിനെ ഉൾപ്പെടെ സമ്മർദ്ദത്തിലാക്കി ഈ കേസിനെ അനന്തമായി നീട്ടിക്കൊണ്ടുപോകാൻ ഉള്ള ഒരു നടപടി സ്വീകരിച്ചത്. അതുപോലെ തന്നെ അവര് ഈ NIA കോടതിയിലേക്ക് ഈ കേസ് വിടണമെന്ന് ആവശ്യപ്പെടുന്നത് സർക്കാരിന്റെ അഭിഭാഷകനാണ്. കാരണം മനുഷ്യക്കടത്ത് നടന്നിരിക്കുന്നു, അതീവ ഗുരുതരമായ കുറ്റകൃത്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിരപരാധികളായിട്ടുള്ള കന്യാസ്ത്രീകൾ ജയിലറുകൾക്കുള്ളിൽ തന്നെ കിടക്കണമെന്ന ലക്ഷ്യത്തോട് കൂടിയിട്ട് സർക്കാർ അഭിഭാഷകരൊക്കെ നടത്തിയിട്ടുള്ള ഇടപെടൽ നമുക്കറിയാം. അപ്പൊ അങ്ങനെ ഈ കേസ് ഉണ്ടാക്കിയതും ഇവരെ ജയിലിലിട്ടതും ഇവർക്ക് ഇത്രയേറെ പീഡനം അനുഭവിക്കേണ്ടി വന്നതും എല്ലാം ഈ BJP, ഛത്തീസ്ഗഡിലെ BJPയും അവരുടെ സർക്കാരും ഒക്കെ നടത്തിയ ഇടപെടൽ കൊണ്ടാണ്. ഞാൻ മറ്റൊരു കാര്യം കൂടി പറയാം. നമ്മളൊക്കെ ഏറെ വേദനയുളവാക്കിയ ഒരു കാര്യം, ഛത്തീസ്ഗഡിലെ BJPയുടെ ഔദ്യോഗികമായിട്ടുള്ള ട്വിറ്റർ ഹാൻഡിലൊക്കെ അവർ നടത്തുന്ന പ്രചരണങ്ങൾ എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് നേതാക്കൾ, രാഹുൽ ഗാന്ധിയും കോൺഗ്രസിന്റെ മറ്റ് നേതാക്കളും ഒക്കെ കന്യാസ്ത്രീകളുടെ മോചനത്തിന് വേണ്ടി ശ്രമിക്കുന്നത് അവർ മനുഷ്യക്കടത്തുകാരെയും മതപരിവർത്തനം നടത്തുന്ന ക്രിമിനലുകളെയും സഹായിക്കാനുള്ള ശ്രമമാണ് കോൺഗ്രസുകാർ നടത്തുന്നത് എന്ന് BJP ഔദ്യോഗിക ഹാൻഡിലുകൾ വഴി ഛത്തീസ്ഗഡിൽ പ്രചരണം നടത്തുകയാണ്. അപ്പൊ ഇതെല്ലാം ചെയ്യുന്ന ആളുകൾ ഞങ്ങളാണ് ഇവരെ മോചിപ്പിക്കുന്നത് അല്ലെങ്കിൽ ഞങ്ങളാണ് ഇവരെ സഹായിക്കുന്നത് എന്ന് പറഞ്ഞാൽ എന്ത് ലോജിക്കാണ് അതിനകത്തുള്ളത്? ഇതൊക്കെ ആളുകൾക്ക്, ഈ നാടകങ്ങളൊക്കെ ആളുകൾക്ക് മനസ്സിലാവും. ഇതെല്ലാ കാര്യങ്ങളും പൊതുസമൂഹത്തിന് മുമ്പിലുണ്ട്. ആളുകള് അരിയാഹാരം കഴിക്കുന്നവർ, ആളുകൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാമാന്യ ബോധമുള്ളവരാണല്ലോ പൊതുജനം. അല്ലാതെ എല്ലാവരും മണ്ടന്മാരാണെന്ന് BJPക്കാർ വിചാരിച്ചാൽ. പക്ഷേ അതിനെ ശ്രീ റോജി എം ജോൺ, ഈ BJP പ്രതിരോധിക്കുന്നത് എന്തുകൊണ്ട് ഛത്തീസ്ഗഡിലെ കോൺഗ്രസ്, ഭൂപേഷ് ബാഗൽ അടക്കമുള്ളവരൊന്നും ഈ വിഷയത്തിൽ പ്രതികരിക്കാനോ ഇടപെടാനോ ഒന്നും വലിയ താല്പര്യം കാണിച്ചില്ല എന്ന മറുചോദ്യം ചോദിച്ചുകൊണ്ടാണ്. ഛത്തീസ്ഗഡിലെ കോൺഗ്രസ് എന്താണ് ചെയ്തതെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും വ്യക്തമായിട്ട് അറിയാം. ഞങ്ങൾ ആദ്യത്തെ ദിവസം ഈ ജയിലിൽ ഈ കന്യാസ്ത്രീകളെ കാണാൻ പോകുമ്പോൾ MP-മാരുൾപ്പെടെയുള്ള ഞങ്ങള് കൂടെ ഉണ്ടായിരുന്ന ആളുകൾക്കൊന്നും അവിടെ സന്ദർശനാനുമതി നിഷേധിച്ചുകൊണ്ട് ഞങ്ങളെ അവിടെ പ്രവേശിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ശ്രമിച്ചത്. ഞങ്ങൾക്ക് ജയിലിലെ ഈ കന്യാസ്ത്രീകളെ കാണാൻ അനുമതി ലഭിക്കാതിരുന്നപ്പോൾ ആ ജയിലില് വന്ന് ഞങ്ങൾക്ക് അവിടെ കയറാനുള്ള സംവിധാനവും എല്ലാ സൗകര്യങ്ങളും ഒരുക്കി തന്നത് ഇതേ ഭൂപേഷ് ബാഗൽ എന്ന് പറയുന്ന കോൺഗ്രസിന്റെ മുൻ മുഖ്യമന്ത്രിയാണ്. ഇവരെ അന്യായമായി തടങ്കിൽ പാർപ്പിച്ചിരിക്കുന്നതാണെന്ന് ഭൂപേഷ് ബാഗൽ പറഞ്ഞ പ്രസ്താവനകളൊക്കെ നമുക്കുണ്ട്. BJPക്കാർ ഇത് കാണാത്ത എന്റെ കുഴപ്പമല്ല. ഇനി അതൊക്കെ പോട്ടെ, ഛത്തീസ്ഗഡിലെ റായ്പൂരിൽ കോൺഗ്രസ് നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ള പ്രതിഷേധ പ്രകടനങ്ങൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പൊ ഇതൊക്കെ വസ്തുതകൾ അതായിരിക്കെ ഇവിടെ രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള ആളുകൾ അല്ലെങ്കിൽ പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെയുള്ള ആളുകൾ പാർലമെന്റിൽ ഈ വിഷയം ഉന്നയിക്കുമ്പോൾ നമ്മൾ എന്താ കാണുന്നത്?